പള്ളിക്കുദാശ രണ്ടാം ചൊവ്വ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. രൂപാന്തരീകരണം. പീഡാനുഭവത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രവചനം ഉൾക്കൊള്ളാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അത് സംഭവിച്ചാൽ അവർ കെട്ടിപ്പൊക്കിയ മനക്കോട്ടകളെല്ലാം തകർന്ന് തരിപ്പണമാകുമല്ലോ എന്നതായിരിക്കും അവരുടെ ആവലാതി. എന്നാൽ പീഡാനുഭവത്തിലൂടെ ഒരിക്കലും അസ്തമിക്കാത്ത തൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്ന ദൈവിക മഹത്വം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് രൂപാന്തരീകരണം അരങ്ങേറുന്നത്. അത് സ്വർഗീയ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. മൺമറഞ്ഞുപോയ നീതിമാന്മാരും പൂർവ്വപിതാക്കന്മാരും ശുദ്ധാത്മാക്കളുമൊക്കെ ചേർന്ന് യേശുവിനെ ആരാധ്യമനസ്സോടെ വീക്ഷിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സന്ദർശനം. ആ രാജ്യസ്ഥാപനത്തിൻ്റെ പരിപൂർത്തി അവിടുന്ന് തന്നെ പൂർത്തിയാക്കാനിരിക്കുന്ന യേശുവിൻ്റെ കടന്നുപോക്കിലൂടെയാണ്. കുരിശിലെ ബലിയർപ്പണം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് മോശയും എലീശയും ഒത്തുള്ള നിയമവും പ്രവാചകന്മാരും ഒരു ദർശനം യേശു ഒരുക്കുന്നത്. പക്ഷേ ആ ദർശനത്തിൻ്റെ അധ്യാത്മത്തിൽ മുഴുകിപ്പോയ ശിഷ്യർ അതിൻ്റെ സത്ത ഉൾക്കൊള്ളാതെ സുഖിഷ്ടം നിറഞ്ഞ ഒരു ലൗകിക ദൗത്യം കെട്ടിപ്പടുക്കുകയാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഈ സ്വർഗീയ രൂപാന്തരീകരണം നടക്കുന്നുണ്ടെങ്കിൽ അത് കാണാനും അനുഭവിക്കാനും കഴിയാത്ത ശിഷ്യരെ പോലെ തോൽപ്പിക്കുന്ന തർക്കവിതർക്കത്തിൽ ആറാടി യേശുവിനെ വീണ്ടും വീണ്ടും അവഹേളന പാത്രമാക്കുകയല്ലേ നാം?